മഹത്വപൂർണമാ ബലിസമയം വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞങ്ങളേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവ
നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യത്തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുകളുടെ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് ത്വരേകനാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിന്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷമാദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവകാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അപ്പസ്തോലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്നാകുന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരംഭമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദ്യക്കാരും എലാമ്യക്കാരും മെസപ്പൊട്ടോമിയ നിവാസികളും യൂദയായാലും കപ്പദോക്യായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനിയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. കർത്താവേ, അങ്ങ് ജീവശ്വാസം നയിച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസം നയിച്ച് ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് വീരശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു.
അങ്ങ് ജീവശ്വാസമയച്ച് മുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളുക, വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോമിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, അടുത്തും അകലെയുമൊക്കെ ആയിരുന്ന ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഇന്നത്തെ തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ പെന്തക്കോസ്താ ദിനമായിട്ട് ആചരിക്കുകയാണ്. പെന്തക്കോസ്താ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 50 എന്നാണ്. യേശുനാഥൻ്റെ സ്വർഗാരോഹണ ഉത്ഥാന തിരുനാളിന് ശേഷം
യേശുനാഥൻ ഉദ്ധിതനായതിനു ശേഷം 50 ദിവസം പിന്നിടുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. അത് തികയുന്നത് 50-ാമത്തെ ദിവസമാണ്. ആദ്യമേ തന്നെ ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായി നേരുകയാണ്. നമുക്കറിയാം, ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും. ഈ പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ചിലർക്ക് വളരെ പ്രകടമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ആന്തരികമായി ചില മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മളെന്തുമാത്രം കരുതലോടുകൂടി ഈ ദിനങ്ങളൊക്കെ പിന്നിട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാറ്റങ്ങളുടെ തോത്. എന്തു തന്നെയായാലും ഇന്ന് നമ്മൾ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള സുവിശേഷ ഭാഗങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനഭാഗങ്ങളുമൊക്കെ ഒരു ആശ്വാസം നൽകുന്ന സന്ദേശമാണ് നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഭയത്തോടും കണ്ണുനീരോടും കൂടി ജെറുസലേമിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവരുടെ ഈറനണിഞ്ഞ കണ്ണുകൾ തുടയ്ക്കപ്പെടുകയാണ്. അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുകയാണ്. അവരുടെ ഭയത്തിന് പകരം അവർക്ക് കരുത്തും ശക്തിയും ലഭിക്കപ്പെടുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവ് കൊണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടന്നുപോയ അവസ്ഥയ്ക്ക് സമാനമായൊരു അവസ്ഥയിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രധാന കേന്ദ്രമായ ദേവാലയങ്ങളിൽ പ്രവേശിക്കുവാനോ ആ ദേവാലയത്തോട് ചുറ്റിപ്പറ്റി ഞാൻ കരുപിടിപ്പിച്ചിട്ടുള്ള എൻ്റെ ജീവിതത്തെ പോഷിപ്പിക്കാനോ എനിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വേദനകളെയും വിഷമതകളെയും ഒക്കെ മറികടക്കാനും കരുത്തോടുകൂടി അതിനെ എതിരിടാനും സ്വീകരിക്കാനുമൊക്കെ എനിക്ക് ശക്തി നൽകുന്ന ഈ വിശ്വാസം പരിപോഷിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എൻ്റെ കണ്ണും നനയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എൻ്റെ ഉള്ളിലും ഒരു ഭയമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ലോകത്ത് അങ്ങോളം ഇങ്ങോളം സംഭവിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇനി എന്നാണ്, ഇനി എങ്ങനെയൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അടിക്കടി. ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊന്നും നമ്മുടെ ആരുടെയും പക്കലില്ല എന്നുള്ളത് തന്നെ നമ്മുടെ ഭയം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമാവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശിഷ്യന്മാരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നമ്മളും ഒരു പ്രത്യേക അവസ്ഥയിലൂടെ നടന്നു പോവുകയാണ്. കണ്ണുനീരോടുകൂടെ, ഭയത്തോടുകൂടെ. എന്നാൽ ഈ സാഹചര്യത്തിലേക്കാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ അയക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കും ആശ്വസിക്കാൻ ഒരുപാട് വക നൽകുകയാണ്. ഇന്ന് നമ്മൾ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥതയോടുകൂടി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ദൈവം ഒരിക്കലും കൈവെടിയുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ ആത്മാവിൻ്റെ വരവേൽപ്പിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. സാധാരണ നമ്മുടെ ആരാധനാക്രമങ്ങളിലെ പ്രത്യേക കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടത്തിലും അതുപോലെ ഈസ്റ്ററും ഒക്കെ അടുക്കുമ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വചനം കേട്ട് നമ്മൾ നമ്മെ തന്നെ നവീകരിക്കുകയും ഉപസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഈ പ്രത്യേക ആരാധനാക്രമത്തിലെ കാലഘട്ടങ്ങളെ പൂർണ്ണ അർത്ഥവത്തായി ഭക്തിയോടുകൂടെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കാറുണ്ട്.
എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ വരവേൽപ്പിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത്തരമൊരു ഒരുക്കത്തിന് നമുക്ക് സാഹചര്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊക്കെ പാപികളാണെങ്കിലും നമ്മളൊക്കെ വീഴ്ചകളുള്ളവരാണെങ്കിലും സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മുഖമുയർത്തി നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എങ്കിലും അങ്ങ് എൻ്റെ മേൽ കരുണയുള്ളവനായിരിക്കണമേ. ആ ഒരു മനോഭാവത്തോടുകൂടി എളിമയോടുകൂടി നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും അവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിന് മുൻപേ എളിമയോടുകൂടി ആ തുറവിയോടുകൂടി ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ അങ്ങയുടെ ആത്മാവിനെ എതിരേൽക്കുവാനായി, ഞങ്ങളുടെ കണ്ണീരുകൾ ഒപ്പിയെടുക്കുവാനായി, ഞങ്ങളുടെ ഭയത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഔഷധമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഒരുങ്ങാൻ സാധിക്കാതെയും ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊന്നും കണക്കിലെടുക്കാതെ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട്, അങ്ങയോട് യാചിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എതിരേൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ഈ പെന്തക്കോസ്ത അനുഭവം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഈ പെന്തക്കോസ്ത തിരുനാൾ നാം എല്ലാവരും തീർത്തും വ്യക്തിപരമായ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ ആയി മാറുകയാണ്. തീർച്ചയായിട്ടും ഈ പെന്തക്കോസ്ത തിരുനാൾ നാം ഏവരെയും ആശ്വസിപ്പിക്കുകയും നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലി തുടരാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിനെയും സൃഷ്ടാവുമായ പിതാവിനാൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവവുമായ അവിടുന്ന് വഴി സംഭവം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവായ കന്യകാമറിയത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും ആരാധിക്കപ്പെടുന്നതിനും സ്തുതിക്കപ്പെടുന്നതിനും സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയെയും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരിലേക്കും വരാനിരിക്കുന്നവർക്ക് ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. I
സഹോദരനെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്താനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതന്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പ്രാർത്ഥന അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ അറിവോടെ എന്നെ തൊടണേ, അത് മാത്രമാണെൻ്റെ ആശ. ഏതോ ഒരമ്മതൻ കയ്യാൽ അന്ന് രൂപം ലഭിച്ചോരാത്മം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാഥാ, നിൻ ദേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടണേ, അത് മാത്രമാണെൻ്റെ ആശ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന് ദാനം ശക്തമാകാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ.